ഹലോ ഗൈസ്, ഇതൊരു പുതിയ ചാനലാണ്. ജസ്റ്റ് ഇന്നാണ് വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്വാറൻറ്റീനാണ്. +1 +2 പരീക്ഷയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫ്രീ ആണല്ലേ. അപ്പോൾ പ്രോഗ്രാമിങ്ങിനോട് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ പ്രോഗ്രാമിങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ വേണ്ടിയാണ് ഇത് ഇറക്കുന്നത്. ഈ ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ഒരു ലാംഗ്വേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാംഗ്വേജിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ കോട്ട്ലിൻ എന്നാണ്. എല്ലാവരും വിചാരിക്കും പുതിയ ലാംഗ്വേജ് എന്തിനാ കോട്ട്ലിൻ എടുക്കുന്നത്, ജാവ ഇല്ലേ, C++ ഇല്ലേ, പൈത്തൺ ഇല്ലേ എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ 3 ലാംഗ്വേജസും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോട്ട്ലിൻ തന്നെയാണ്. ഈ കോട്ട്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജാവയുടെ സെയിം ഫീച്ചേഴ്സാണ്. സെയിം ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സെയിം ഫീച്ചേഴ്സ് കോട്ട്ലിനിലും ഉണ്ട്, പ്ലസ് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കോട്ട്ലിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് ഇൻ്റലിജെ ഡെവലപ്പ് ചെയ്തതിലെ ആ സെയിം കമ്പനിയാണ്. ജെറ്റ് ബ്രെയിൻസ് എന്ന് പറയുന്ന സെയിം കമ്പനിയാണ്. അവർക്ക് ജാവയുടെ എവല്യൂഷൻ വളരെ സ്ലോ ആണെന്ന് തോന്നിയപ്പോൾ അവർ തന്നെ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ലേറ്റർ ഗൂഗിൾ അതിനെ അവരുടെ ഒഫീഷ്യൽ ആൻഡ്രോയിഡ് ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തു. ഈ ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ ജാവയുടെ അത്രയും ബോയിലർ പ്ലേറ്റ്സ് അല്ല. ജാവയുടെ കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജാവ ഫയൽ കമ്പൈൽ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ബൈറ്റ് കോഡിലോട്ട് തന്നെയാണ് മാറുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് തുടങ്ങാമല്ലേ. ഫസ്റ്റായിട്ട് നമ്മളെ ഹലോ വേൾഡ് പ്രോഗ്രാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇൻ്റലിജെ എന്ന് പറയുന്ന ഒരു IDE ആണ്. ഇൻ്റലിജെ എടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലും ചെയ്യാം, പക്ഷേ അതിനകത്തുള്ള ഇൻ്റലിജൻസിന് അത്ര സപ്പോർട്ടില്ല. എന്ന് വെച്ചാൽ ഓട്ടോ കംപ്ലീറ്റ് ഫീച്ചേഴ്സൊന്നും അത്ര നല്ലതല്ല. ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻ്റലിജെ തന്നെയാണ്. ഇൻ്റലിജയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് 2 എഡിഷൻ കാണും, അൾട്ടിമേറ്റും കാണും, കമ്മ്യൂണിറ്റിയും കാണും. അൾട്ടിമേറ്റ് പെയ്ഡ് ആണ്, അത് വിട്ടേക്കുക. നമുക്ക് കമ്മ്യൂണിറ്റി മതി. കമ്മ്യൂണിറ്റി ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇൻ്റലിജെ ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്ക് ലോഡാവും. സ്റ്റുഡിയോ അത്ര ഹെവി അല്ല, പക്ഷെ കുറച്ച് ഹെവിയാണ്. ഓക്കെ, ലോഡാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല. ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറേ ഇനിഷ്യലൈസ് സെറ്റപ്പിന് ഒരു ബോക്സ് വരും. അതെല്ലാം ജസ്റ്റ് ഡിഫോൾട്ട് അടിച്ച് വിടുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊരു വിൻഡോ വരും. അപ്പോൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സെയിം വിൻഡോ ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ജാവയിലായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അത് ജസ്റ്റ് ചുമ്മാ കോട്ട്ലൈനിൽ കൊണ്ടുപോവുക, JVM IDEയിൽ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ പ്രോജക്റ്റ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, പ്രൊജക്റ്റിൻ്റെ പേരും സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പിന്നെ ഒരു പോപ്പപ്സ് ഒക്കെ വരും, അതൊക്കെ ജസ്റ്റ് എടുത്ത് കളയുക. പിന്നെ പ്രോജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല. നെക്സ്റ്റ് സ്റ്റാർട്ടിങ് അല്ല, എന്ത് പേര് വേണമെന്ന് കൊടുക്കാം. ഞാൻ ഹലോ വേൾഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട ട്യൂട്ട്സ് എന്ന് വിളിക്കാം. ട്യൂട്ട്സ് 1 എന്നടിച്ചാലോ. ട്യൂട്ട്സ് എന്നടിച്ചു. ഫിനിഷ് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ദിസ് വിൻഡോയിൽ ഓപ്പൺ. ഇതൊന്നും വരത്തില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഓക്കെ ആയി. എന്നിട്ട് ഈ നമ്മളെ പ്രോജക്റ്റിൻ്റെ നെയിമിൻ്റെ താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും, അതിൽ ഞെക്കുക. പിന്നെ സോഴ്സിൽ ഞെക്കി റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ എടുത്തിട്ട് കോട്ട്ലിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. കോട്ട്ലിൻ ക്ലാസ് അല്ല, കോട്ട്ലിൻ ഫയൽ. ഞാൻ ഹലോ വേൾഡ് അടിച്ച് എൻ്റർ അടിച്ചു. ഇതൊക്കെ ചുമ്മാ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മളെ കോഡ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എല്ലാ പ്രോഗ്രാമേഴ്സിൻ്റെയും പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോയാണ്. ഹലോ വേൾഡ് പ്രോഗ്രാം അല്ലേ. വളരെ സിമ്പിളാണ്. ഫൺ എന്ന് പറയുന്ന കീവേഡാണ് ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ കീവേഡ് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ പേര്. മെയിൻ ഫംഗ്ഷൻ അല്ലേ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ കമ്പൈലർ ആദ്യം സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ്സ് കൊടുത്തു. ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അടുത്ത വീഡിയോയിൽ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്നിട്ട് ഹലോ വേൾഡ് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്.
അത്രേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? ഇതെങ്ങനെ റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ ബട്ടൺ കണ്ടോ? ഈ ഒരു ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൺ ഹലോ വേൾഡ് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ബിൽഡ് ചെയ്യാൻ കുറച്ച് താമസമെടുക്കും. ഇത് കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കോട്ട്ലിൻ കോഡ് ജാവയുടെ ബൈറ്റ് കോഡിലോട്ട് മാറ്റും അല്ലേ? എന്തോ ഒരു എറർ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഓക്കെ, എറർ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് റൺ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ആ എറർ വരാൻ സാധ്യതയില്ല. ഹലോ വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കട്ടെ. നേരത്തെ എറർ വന്ന എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. ഹലോ വേൾഡ്. ഇവിടെ നമ്മളിപ്പോൾ ഹലോ ഗൈസ് അടിച്ചാലും അതേപോലെ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യും. ഡീബഗ് ഞെക്കി. ഹലോ ഗൈസ് വന്നു. ഹലോ ഗൈസ്. സോ അത്രയ്ക്ക് സിമ്പിളാണല്ലേ? ജാവയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. C++നെ അപേക്ഷിച്ച് നോക്കുമ്പോഴും വളരെ സിമ്പിളാണ്. C++ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹാഷ് ഇൻക്ലൂഡ് അടിക്കണം, IO സ്ട്രീം അടിക്കണം, യൂസിങ് നെയിം സ്പേസ് std അടിക്കണം, പിന്നെന്തുവാ ഇൻറ്റ് മെയിൻ അടിക്കണം, പിന്നെ cout ഹലോ വേൾഡ് അടിക്കണം അല്ലേ? ഇത്രയ്ക്കൊന്നും ചെയ്യാം. പിന്നെ റിട്ടേൺ 0 ഇത്ര അടിക്കണം അല്ലേ? ഇത്രയൊന്നും ചെയ്യാനില്ലല്ലോ. ഇത് ജസ്റ്റ് ഒരു 2 ലൈനിൽ തീർത്തു അല്ലേ? ജാവ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ജാവ ആണെങ്കിൽ നമ്മളെ ക്ലാസ്സിൻ്റെ പേര് നമ്മളെ ഫയലിൻ്റെ പേര് തന്നെ ആയിരിക്കണം. അപ്പോൾ ഹലോ വേൾഡ് എന്നിട്ട് ക്ലാസ് ഓപ്പൺ ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ എഴുതണം. മെയിൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അതിൻ്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കണം എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സാണ് വരുന്നത്. എന്നിട്ട് പിന്നെയുണ്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഹലോ വേൾഡ്. ഇത്ര അടിക്കണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് സിമ്പിളാണല്ലേ നമ്മളെ കോട്ട്ലിൻ. പിന്നെ കോട്ട്ലിൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും? ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, ഇതിനകത്ത് സെമി കോളൻ ഇല്ല ഗൈസ്. ജസ്റ്റ് ഇൻറ്റൻറ്റേഷൻ വരച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന പറയാനൊന്നുമില്ല. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കീവേഡാണ്. മെയിൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ പേരാണ്. പിന്നെ ഒരു ഫംഗ്ഷന് പോലെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് പാരാന്തസിസ് ഉണ്ട്. പിന്നെ എന്തുവാ നമ്മളെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രോബ്ലം സോൾവിങ് ഒക്കെ തുടങ്ങുമ്പോൾ, ഞാനിത് ഈ പ്രോബ്ലം സോൾവിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ബേസിക്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തൊട്ട് ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോബ്ലം സോൾവിങ് കോമ്പറ്റീഷൻ മാതിരി. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ പ്രൈസൊന്നുമില്ല, പ്രൈസൊന്നും തരാൻ ഒരു വഴിയുമില്ല. പ്രൈസ് നോക്കട്ടെ, നമുക്ക് ആലോചിക്കാം അതിനെപ്പറ്റി. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ അടിച്ചാൽ പോരാ. ബിക്കോസ് മേജർ കോമ്പറ്റീഷൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പൈലർ വെർഷൻ പഴയതാണ്. അതുകൊണ്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്, അറേ ടൈപ്പാണ്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം കൂടുതലായിട്ട്, ഇപ്പോഴേ വറി ചെയ്യേണ്ട. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കോട്ട്ലിൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് മെയിൻലി തിയറി ബേസ്ഡ് അല്ല, പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. എല്ലാം പഠിക്കുന്ന പ്രാക്ടിക്കലായിട്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാനും അസൈൻമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എന്നാലേ എനിക്ക് അറിയാൻ പറ്റൂ ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വീഡിയോയുടെ കുറവ്, അതൊക്കെ. അപ്പോഴത്തേക്ക് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എൻകറേജ്മെൻ്റ് ആവും വീണ്ടും വീഡിയോ ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.